സൗഹൃദ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ റാണിപുരം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റാണിപുരത്ത് മഞ്ഞൾ കൃഷി ആരംഭിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരള വനം വന്യജീവി വകുപ്പിന്റെ മിഷൻ കൃഷി പുനരുജ്ജീവനവും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വനം പരിസ്ഥിതി സൗഹൃദ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റാണിപുരം വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റാണിപുരത്ത് മഞ്ഞൾ കൃഷി ആരംഭിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുന്നതിനും അത് വിപണിയിൽ വിറ്റഴിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളെല്ലാം അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് വലിയ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഈ സാധനം വലിയ പ്രൊഡക്റ്റ് ആയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം നിങ്ങൾക്ക് ഇപ്പം മഞ്ഞൾ നേരിട്ട് വിറ്റാൽ ഒരു കിലോയ്ക്ക് ഒരു 30 രൂപ 40 രൂപ ഒക്കെ കിട്ടുന്ന സമയത്ത് അത് ഒളിയോറിസിൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ സത്തെടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് വിൽക്കുന്നതെങ്കിൽ ഒരു കിലോയ്ക്ക് 600-700 രൂപ വിലയുണ്ട്. അപ്പോൾ അതിന്റെ ഫൈനൽ ഗുണം പോലും കർഷകർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വൻതൻ വികാസ് കേന്ദ്രകൾ നാളെയാണ് അതിന്റെ മീറ്റിംഗ് നടക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വനസംരക്ഷണ സമിതിയിലെ എല്ലാ അംഗങ്ങളെയും വൻതൻ വികാസ് കേന്ദ്രത്തിൽ അംഗമാകുന്നതിന് ക്ഷണിക്കുന്നു. കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജോസ് മാത്യു മുഖ്യാതിഥിയായി. റാണിപുരം വനസംരക്ഷണ സമിതി പ്രസിഡന്റ് എസ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി സുരേഷ്, പനത്തടി പഞ്ചായത്ത് അംഗം എം ഷിബു, കാഞ്ഞങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ രാഹുൽ, പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം പി രാജു, പനത്തടി കൃഷി ഓഫീസർ വി വി മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. വനസംരക്ഷണ സമിതി സെക്രട്ടറി എ കെ ഷിഹാബുദ്ദീൻ സ്വാഗതവും ട്രഷറർ എം കെ സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, റാണിപുരം.